നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള തങ്ങളുടെ അവസാന സന്നാഹ മത്സരത്തിൽ ബ്രസീൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതായത് ശനിയാഴ്ച, ഈജിപ്തിനെതിരെ കളിക്കുകയാണ്. ഈജിപ്തിനെതിരെ ശനിയാഴ്ചയാണ് കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ 3:30 ഈ ഒരു കളി നടക്കുന്നത്. ഈ മത്സരത്തിന് നെയ്മർ ജൂനിയർ ബ്രസീൽ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യില്ല, ബ്രസീൽ ടീമിനോടൊപ്പം ഉണ്ടാവില്ല. കളിക്കായിട്ട് ബ്രസീൽ ടീം ക്ലെവ്ലാൻഡിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ കളി നടക്കുന്നത്. നിലവിൽ ന്യൂജേഴ്സിയിലാണ് ബ്രസീൽ ടീം ഉള്ളത്. അപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് ക്ലെവ്ലാൻഡിലേക്കുള്ള ബ്രസീൽ ടീമിൻ്റെ യാത്രയിൽ നെയ്മർ ജൂനിയർ കൂടെ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. ഇക്കാര്യം ESPN ബ്രസീലും മറ്റ് ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്, ESPN ബ്രസീൽ റിപ്പോർട്ട് ഇങ്ങനെയാണ്: നെയ്മർ വോൺ ട്രാവൽ. നെയ്മർ ബ്രസീൽ ടീമിനോടൊപ്പം യാത്ര ചെയ്യില്ല. അദ്ദേഹം ഇപ്പോൾ ഗ്രേഡ് 2 മസിൽ ഇഞ്ചുറി, അദ്ദേഹത്തിൻ്റെ കാഫിനുള്ള ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ലെവ്ലൻഡിലേക്ക് ടീമിനോടൊപ്പം അദ്ദേഹം ട്രാവൽ ചെയ്യില്ല. അവിടെയാണ് ബ്രസീൽ ദേശീയ ടീം ഈജിപ്തിനെ അവരുടെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാന ഫ്രണ്ട്ലി മത്സരത്തിൽ നേരിടുന്നത്. അതേസമയം ന്യൂജേഴ്സിയിൽ തന്നെ തുടരുന്ന നെയ്മർ ജൂനിയർ ഫിസിയോതെറാപ്പിക്കും മറ്റ് ട്രീറ്റ്മെൻറ്റിനും വിധേയനായി അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ റിക്കവറി പ്രോഗ്രാം കുറച്ചുകൂടി വേഗത്തിലാക്കും. ഇതാണ് ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഇന്ന് UOL റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഞായറാഴ്ച കഴിഞ്ഞ്, അതായത് ശനിയാഴ്ചയാണ് ബ്രസീലിൻ്റെ കളി, അത് കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചയോടുകൂടി ബ്രസീൽ ടീമിനോടൊപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റികളിൽ നെയ്മർ ജൂനിയർക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും റിക്കവറിയിൽ മാത്രമായിട്ട് വലിയ രൂപത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ് നെയ്മർ ജൂനിയർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം താരം ടീമിനോടൊപ്പം ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിനായിട്ട് ട്രാവൽ ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.